ഈ ആ നല്ല ശമ്പളം കിട്ടുന്ന ജോലി, അതുപോലെ ഇഷ്ടമുള്ള ജോലി എന്ന് പറയുന്നത് ഇവിടെ കുറയാനുള്ള കാരണം ഇവിടെ സംരംഭങ്ങൾ വളരെ കുറഞ്ഞിരിക്കുന്നു. ബിസിനസ് സ്ഥാപനങ്ങൾ ഇവിടെ മാവൂർ ഗോളിയറയൻസ് കോഴിക്കോട് നമ്മളെ CPMൻ്റെ നേതൃത്വത്തിൽ പണ്ട് കാലത്ത് പൂട്ടിച്ചത് മുതൽ പിന്നെ ഇങ്ങോട്ട് വ്യവസായ സ്ഥാപനങ്ങളെ പൂട്ടിക്കുന്നതിൽ ഉള്ള ഒരു വൈദഗ്ധ്യമാണ് ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടി പിന്നെ നേടിയത്. മറ്റു പാർട്ടികളും അതേ പാത തന്നെ പിന്തുടർന്നു. ഏതെങ്കിലും ഒരാൾ പൈസ മുടക്കി ഒരു വ്യവസായ സ്ഥാപനം തുടങ്ങിയാൽ, ഒരു സംരംഭം തുടങ്ങിയാൽ അവിടെ കൊടി കുത്തുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു നടപടി എല്ലാ രാഷ്ട്രീയ നേതാക്കളും ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ കൊടി കുത്തി പിന്നെ അവരെ എങ്ങനെയൊക്കെ കഷ്ടപ്പെടുത്താമോ അങ്ങനെയുള്ള പരിപാടികളിലേക്ക് യൂണിയനൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അത് മനസ്സുമടുത്ത് ആണ് സംരംഭകത്വം എന്ന് പറയുന്ന പരിപാടി ലാർജ് സ്കെയിലിൽ കേരളത്തിൽ ഇല്ലാതെ ഒരവസ്ഥ ഉണ്ടായത്. ചിലർ പറയും ഇവിടെ വ്യവസായങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടുത്തെ വായു മലിനീകരണമില്ല, ഇവിടുത്തെ വെള്ളം ശുദ്ധമാണ്, എവിടെ ഏത് പുഴയിലെ വെള്ളമാണ് ഇവിടെ ശുദ്ധം, ഏത് കനാലിലെ വെള്ളമാണ് ഇവിടെ ശുദ്ധം, ഒരു കനാലിലും പുഴയിലോ അല്ല തടാകത്തിലെയോ വേമ്പനാട് ലേക്കിലേക്ക് അറിയാം എത്ര മലിനമാണ്. അതുപോലെ പെരിയാർ എത്ര മലിനമാണ്. ഇതുപോലെ എറണാകുളം സിറ്റിയിലുള്ള ഈ ഇവിടുത്തെ കനാലുകൾ, തോടുകൾ ഒക്കെ എത്ര മലിനമാണ്. ഇപ്പോൾ ഇവിടെ ഈ ബ്രഹ്മപുരത്തിൻ്റെ അടുത്തൂടെ ഒഴുകുന്ന പുഴയൊക്കെ എത്ര മലിനമാണ്. ആ ബ്രഹ്മപുരത്ത് നിന്ന് വേസ്റ്റൊക്കെ പോയി. അതുപോലെ തിരുവനന്തപുരത്ത് ആമയിഴഞ്ഞാന്തോട് എന്ന് പറയുന്നത് അത് ആക്കുളം ലേക്കിലേക്ക് ചെന്നെത്തുമ്പോഴത്തേക്കും എത്ര മലിനമാണ്. അപ്പോൾ ഇവിടെ വ്യവസായമില്ലാത്തതുകൊണ്ട് ഇവിടെ വളരെ ക്ലീനായിട്ടുള്ള ഒരു പരിസ്ഥിതി ഇല്ല എന്നുള്ളതുമുണ്ട്. പക്ഷേ നമുക്ക് എല്ലാം കൊണ്ടും അതുകൊണ്ട് ദോഷം തന്നെയുള്ളൂ. ഇവിടുത്തെ കുട്ടികൾക്ക് ജോലി കിട്ടുന്നില്ല, നല്ല ജോലിയില്ല. അതിൻ്റെ കാരണം നമ്മൾ ഇവിടുത്തെ ഓരോ പഞ്ചായത്തിലും ഓരോ കോർപ്പറേഷൻ ഭരിക്കുന്നവരുമൊക്കെ എൻ്റെ കോർപ്പറേഷനിൽ വ്യവസായ സംരംഭങ്ങൾക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകും. അതുപോലെ കൂടുതൽ ജോലി നൽകുന്ന സ്ഥാപനങ്ങൾക്ക് കൂടുതൽ സപ്പോർട്ട്, പിന്തുണ, അവിടെ ഒരു സമരമുണ്ടാകാതെയും അവിടെ മറ്റ് പ്രശ്നങ്ങളുണ്ടാകാതെയും ഒക്കെ അവരെ പിന്തുണയ്ക്കുമെന്നുള്ള ഒരു നയം നമ്മുടെ പഞ്ചായത്തുകളിലും നമ്മുടെ കോർപ്പറേഷനുകളിലും പ്രസംഗങ്ങളുണ്ടെങ്കിലും പ്രവൃത്തിയിലില്ല എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു ദുരവസ്ഥ. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന പഞ്ചായത്ത് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുകളിൽ BJPയുടെ കൗൺസിലർമാർ ഇപ്പോൾ സ്ഥാനാർത്ഥികളായിട്ട് നിൽക്കുന്നവർ ജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ ലക്ഷ്യം ഈ അവരുടെ വാർഡുകളിൽ കൂടുതൽ സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടിയുള്ള പിന്തുണ നൽകുക,